മലയാളി യുവാക്കളെ ഹരം കൊള്ളിച്ച അഡൽട്ട് വെബ് സീരീസാണ് പാൽപായസം. ഇതിലെ നായികമാരിൽ ഒരാളായ ദിയ ഗൗഡ പലർക്കും സുപരിചിതയാണ്. വെബ് സീരീസിന് ശേഷമുണ്ടായ ചൂടേറിയ സംവാദങ്ങളും പിന്നീട് നടന്ന വിവാദങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കൊച്ചി വരാപ്പുഴയിൽ മകനെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കിയ സംഭവം പുറത്തു വന്നതോടെ പലരും ദിയ ഗൗഡ എന്ന ഖദീജയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പരതുന്നുണ്ട്. വരാപ്പുഴയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിയ ഗൗഡയുടെ ഭർത്താവ് ഷെരീഫിനെയും 4 വയസ്സുള്ള മകനെയുമാണ്. മകനെ കൊലപ്പെടുത്തിയ ശേഷം ഷെരീഫ് ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളെന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബ പ്രശ്നങ്ങളാണ് മകനെ കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ ഷെരീഫിനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. യൂട്യൂബറും വെബ് സീരീസ് നടിയും നിരവധി ഫോളോവേഴ്സുമുള്ള ദിയ ഗൗഡ എന്ന ഖദീജയാണ് മരിച്ച ഷെരീഫിന്റെ ഭാര്യ. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു ഇത്. 3 ആഴ്ച മുൻപാണ് ഷെരീഫും 4 വയസ്സുകാരൻ മകനും വരാപ്പുഴ മണ്ണും തുരുത്തിയിലുള്ള വാടക വീട്ടിൽ താമസമാക്കിയത്. എന്നാൽ ഖദീജ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ആലുവയിലെ ഫ്ളാറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. ബുധനാഴ്ച പുലർച്ചെ 1:30യോടെയാണ് ഷെരീഫിനെയും മകൻ അൽ ഷിഫാഫിനെയും വീടിന്റെ 2ാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് മുൻപ് താനും മകനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭാര്യ ഖദീജയെ ഷെരീഫ് ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. പിന്നീട് ഭാര്യ ഫോണിൽ നിരന്തരം വിളിച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഇതോടെ വീട് വാടകയ്ക്കെടുത്ത് നൽകിയ ആൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് വിശ്വസിപ്പിക്കുന്നതിനായി മരിക്കുന്നതിന് മുൻപുള്ള ചിത്രങ്ങളും ഖദീജയ്ക്ക് അയച്ചു നൽകിയതിന്റെ തെളിവും പോലീസ് ഫോണിൽ നിന്നും കണ്ടെത്തി. ഖദീജയുടെ സുഹൃത്തിന്റെ ഫോണിൽ നിന്നും മണ്ണും തുരുത്തിയിലുള്ള ഒരാളുടെ ഫോണിലേക്ക് ഈ ചിത്രങ്ങൾ അയച്ചിരുന്നു. ഇങ്ങനെയാണ് പോലീസിന് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഷെരീഫ് 6 വർഷം മുൻപാണ് ചാവക്കാട് സ്വദേശിനിയായ ഖദീജയെ വിവാഹം കഴിച്ചത്. ഷെരീഫിന്റെയും മകന്റെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ ഖദീജ എത്തിയിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. വളാഞ്ചേരിയിൽ നിന്ന് ബന്ധുക്കളെത്തിയാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. മകനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഷെരീഫ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. കുടുംബ പ്രശ്നമാണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്ന സംശയത്തിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി.